ശിവകുട്ടി സാർ ഇപ്പോൾ 2 പ്രാവശ്യം ജയിച്ചില്ലേ? എന്നിട്ട് 2023 പറയാൻ പോലും അയാൾക്ക് നേരെ അറിഞ്ഞൂടാ. രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പിടിക്കുന്നത്? സാധ്യത നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. നിയമമണ്ഡലത്തിൽ വിജയസാധ്യത ആർക്കാണ്? രാജീവ് ചന്ദ്രശേഖരൻ സ്കോപ്പുണ്ട്. അവിടെ പൊള്ളായ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിവൊന്നുമില്ല. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വന്നിട്ട് ഒരു പ്രയോജനമില്ല. രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പിടിക്കുന്നത്? പൊതുവെ ഇപ്പോഴത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നു, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അല്ല, കഴിഞ്ഞ ഒരിക്കൽ നിയമമണ്ഡല ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കൽ BJP കിട്ടിയ മണ്ഡലമാണ്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ മാത്രമല്ല, ഇത്തവണത്തെ കൗൺസിൽ ഇലക്ഷനിൽ മേജർ പോർഷൻ സീറ്റുകളും BJP ആണ് പിടിച്ചത്. സാധ്യത നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴൊന്നും പറയത്തില്ല. ഇനി പറയാനെന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ സമയത്തിലെ മന്ത്രിയാണ് CPM-ന്റെ സ്ഥാനത്തായിട്ട് മത്സരിക്കുന്നത്, LDF സ്ഥാനത്തെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ടോ? മന്ത്രി തുച്ഛമായ വോട്ടിന് തോറ്റ പാർട്ടിയുണ്ട് ഇവിടെ, പിന്നെ അല്ലാതെ ഉണ്ട്. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നിയമമണ്ഡലത്തിൽ വിജയ സാധ്യത ആർക്കാണ്? ഈ ഇവിടുത്തെ MLA ആണ് ശിവൻകുട്ടി മന്ത്രിയാണ്. ശിവൻകുട്ടി വിജയസാധ്യത രാജീവ് ചന്ദ്രശേഖരൻ സ്കോപ്പുണ്ട്. ഇവിടുത്തെ MLA ആണ്, മന്ത്രിയാണ് ശിവൻകുട്ടി ഇവിടെ വികസനം ഒന്നും ചെയ്തിട്ടില്ല. വികസനം ചെയ്തിട്ടില്ല, ഭരണത്തിന്റെ വികാരം ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം. അതുപോലെ ഈ ശബരിമല തീർച്ചയായിട്ടും ഉണ്ടോ? അതൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമാണ്. ആരായിരിക്കും വിജയ സാധ്യത ഉള്ളത്? രാജീവ് ചന്ദ്രശേഖരനാണ്. എന്തുകൊണ്ടായിരിക്കും? കോർപ്പറേഷൻ വാർഡിലെ 13 വാർഡും BJP ആണ് ലീഡ് ചെയ്തത്. ഒരു വാർഡ് മാത്രമേ CPM ലീഡ് ചെയ്തത്. 14 വാർഡിൽ ഒരു വാർഡ് മാത്രമേ CPM ലീഡ് ചെയ്തത്, അത് പുഞ്ചഗിരി വാർഡ്. ബാക്കി എല്ലാം BJP ആണ് ലീഡ് ചെയ്തത്. അപ്പോൾ ചാൻസ് കൂടുതലും രാജീവ് ചന്ദ്രശേഖരനാണ്. ഈ ഇപ്പോൾ ശിവൻകുട്ടി ഇവിടെ വികസനം എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? നമ്മുടെ പുറത്ത് കാണുന്നത് തന്നെ അവിടെ പൊള്ളായ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിവൊന്നുമില്ല. വികസനം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ക്ഷേമ പെൻഷനും മറ്റും കൊടുക്കുന്നതല്ല വികസനം. അടിസ്ഥാനപരമായിട്ട് യുവജനങ്ങൾക്കും യുവതികൾക്കുള്ള ജോലി സംരംഭങ്ങൾ തുടങ്ങേണ്ടതല്ല വികസനം. അത് നിയമമാട്ടിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ BJP വന്നു കഴിഞ്ഞാൽ മറ്റൊരു മാറ്റം തീർച്ചയായും പ്രതീക്ഷിക്കുക, മാറ്റം വരും. നമ്മളിപ്പോൾ ഒരു 2 മാസം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നില്ലേ മാറ്റം? അതെ, അത് ആ മാറ്റം നമ്മുടെ ഇതിൽ വന്നാലും മാറും. ശിവകുട്ടി സാർ ഇപ്പോൾ 2 പ്രാവശ്യം ജയിച്ചില്ലേ? എന്നിട്ട് 2023 പറയാൻ പോലും അയാൾക്ക് നേരെ അറിഞ്ഞൂടാ. പിന്നെ ഇപ്പൊ ജയിക്കണമെന്ന് പറയണത് കോൺഗ്രസിന്റെ കാര്യം നടക്കൂല. ജയിക്കണമെങ്കിൽ BJP ജയിക്കണം, അതേ നമുക്ക് പറയാനുള്ളത്. സമാധാനമായിട്ട് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതവരോട് തന്നെ ജയിക്കണം, അല്ലാതെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വന്നിട്ട് ഒരു പ്രയോജനമില്ല. കേന്ദ്രത്തിൽ എന്തെങ്കിലും സഹായം കിട്ടത്തുണ്ടെങ്കിൽ BJP ജയിച്ചാണ്. ഞങ്ങളെ പോലെയുള്ളവർക്ക് റേഷൻ കടയിൽ അരി വാങ്ങിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കേരള സർക്കാർ എന്ന് പറയുന്നത് കിറ്റ് തന്നെന്ന് പറഞ്ഞു. ഈ കിറ്റ് തന്നിട്ട് എന്ത് നേട്ടം ഉണ്ടായി? എന്തെങ്കിലും നേട്ടം? അവരുടെ കച്ചവടം നടന്ന് കിട്ടാനുള്ളവർക്ക് സപ്ലൈ കോമ്പിനേഷൻ കൈവാരിയിട്ടുണ്ട്. അല്ലാതെ സാധാരണ മിഡിൽ ഫാമിലിക്ക് കീഴത്തട്ടിൽ ഒന്നുമേ കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ പറയുന്നത് പെൻഷൻ തരുന്നുണ്ടെന്ന് പറയുന്നത്. ഈ പെൻഷൻ ഇവർ തരുന്നത് ആരുടെ പെൻഷൻ കൊണ്ട് തരുന്നത്? അവരുടെ ഷെയറാണോ കൊണ്ട് തരുന്നത്? ഇല്ലല്ലോ. താഴെ കിട്ടാനുള്ള അർഹതയായിട്ടുള്ളവർക്ക് കിട്ടണതുമില്ല. അതുകൊണ്ട് ഇപ്പം ജയിക്കണമെന്ന് പറയാൻ എനിക്ക് ഈ 3 പേരിൽ ഇപ്പം ഇതിരുന്ന് ആരെങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും വിഹിതം നമുക്ക് താഴെത്തട്ടിൽ കിട്ടുന്നവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ BJP ജയിക്കും. എന്നുവെച്ചാൽ ഈ സർക്കാർ ഈ കോൺഗ്രസ് ഇത്രയും പറഞ്ഞ് ഞാൻ 16 വയസ്സ് പോലെ ഇലക്ഷൻ ഇട്ട് തുടങ്ങിയ ആളാണ്. കോൺഗ്രസ്സിന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാറി ഇട്ടു. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് ഈ കുടുംബത്തിന് ഒരു ഗവൺമെൻറ് തൊഴിലോ നേരാപടമുള്ള ഒരു ഇതോ ഒരു വീട്ടിനോ ഒരു വസ്തുവിനോ ഒന്നും അവർ തന്നിട്ടില്ല. ഇപ്പം ദാ കോർപ്പറേഷൻ കയറി, ആര്? BJP കയറി. ഇപ്പം ദാ വസ്തുവിന് പൈസ അവർ തരുന്നുണ്ട്, വീട്ടിന് ഒരു പൈസ തരുന്നുണ്ട്. ഇവർ കയറിയല്ലോ. ഞങ്ങൾ എത്ര കോർപ്പറേഷനിലൊക്കെ പോട്ട് ഏതെങ്കിലും ഒന്നും പോട്ട് 55,000 പ്രാവശ്യം കയറി ഇറങ്ങണം. എന്നാലും നമ്മളെ ഒരു ബില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കില്ല. പിന്നെ വെറുതെ എന്തിനും ഒക്കെ പറയണത്? ജയിക്കുന്നവരാരെങ്കിലും നല്ല കാര്യം ചെയ്യുന്നവർ ജയിക്കണം, അത്രയും.